ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയിട്ടുണ്ട്. ന്യൂസിലാൻഡിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. സമീപകാലത്ത് ICC ടൂർണമെൻറ്റുകളിൽ ഗംഭീര പ്രകടനം ഇന്ത്യക്ക് നടത്താൻ കഴിയുന്നുണ്ട്. അതായത് അവസാനമായി കളിച്ച 25 മത്സരങ്ങളിൽ കേവലം ഒരെണ്ണത്തിൽ മാത്രമാണ് ഇന്ത്യ ആ ഒരു ICC ടൂർണമെൻറ്റുകളിൽ പരാജയപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2023 ഏകദിന വേൾഡ് കപ്പ് മുതലാണ് ഇന്ത്യ ഈ ഒരു കുതിപ്പ് ആരംഭിക്കുന്നത്. ഫൈനൽ വരെ 10 മത്സരങ്ങളായിരുന്നു ഇന്ത്യ കളിച്ചിരുന്നത്. അതിൽ ഒന്നിൽ പോലും ഇന്ത്യക്ക് പരാജയപ്പെടേണ്ടി വന്നിരുന്നില്ല. പക്ഷേ ഫൈനൽ മത്സരത്തിൽ ഓസ്ട്രേലിയയോട് ഇന്ത്യ പരാജയപ്പെട്ടു. അത് ഹൃദയം തകർക്കുന്ന ഒരു തോൽവിയായിരുന്നു. അതായത് ആ ഏകദിന വേൾഡ് കപ്പിൽ 10 മത്സരങ്ങളിൽ ഇന്ത്യ വിജയിച്ചു, ഒരു തോൽവി ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷത്തെ T20 വേൾഡ് കപ്പിൽ ഗംഭീര പ്രകടനമാണ് ഇന്ത്യ നടത്തിയത്. കിരീടം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ടൂർണമെന്റിലുടനീളം ആകെ 8 മത്സരങ്ങളാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത്. ഒരു മത്സരത്തിൽ റിസൾട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 2007 ആ ഒരു ആദ്യ കിരീട നേട്ടത്തിന് ശേഷം ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് കഴിഞ്ഞ തവണ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. പിന്നീട് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ആകെ ഇന്ത്യ 5 മത്സരങ്ങളാണ് തോൽവി അറിയാതെ പൂർത്തിയാക്കിയത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങൾ വിജയിച്ചു, സെമി വിജയിച്ചു, ഫൈനൽ വിജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആകെ കളിച്ച 25 മത്സരങ്ങളിൽ 23 മത്സരത്തിലും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. കേവലം ഒരെണ്ണത്തിൽ മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടിട്ടുള്ളത്. ഒരു മത്സരത്തിൽ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ സമീപകാലത്ത് ICC ടൂർണമെന്റുകളിൽ ഇന്ത്യ തന്നെയാണ് വലിയ കുതിപ്പ് നടത്തുന്നത്. ഒരു സർവാധിപത്യം പുലർത്താൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ആ ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടത് അത് ഇന്ത്യൻ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.